മാഡം, ഞങ്ങൾ വരും മുമ്പേ ആ പെണ്ണ് നന്ദനെ കെട്ടഴിച്ചു വിട്ടു. എന്നിട്ട് അവളുടെ പുറകെ ആ സച്ചിയും വന്നു. എന്നിട്ട് ഞങ്ങളെ കീഴ്പ്പെടുത്തി. നന്ദൻ രക്ഷപ്പെട്ടു. ചേച്ചി എന്താ പാക്ക് ചെയ്യുന്നേ? ഇനി സമയം കിടക്കല്ലേ? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. നീയും എടുക്കണ്ടൊക്കെ എടുത്തോ. ഡ്രസ്സെല്ലാം എടുത്ത് പോവാനോ? എങ്ങോട്ട്? അതൊക്കെ ഞാൻ പറയാം. ഇനി ഇവിടെ നിൽക്കുന്നതേ നമുക്ക് ആപത്താ. നമുക്ക് ആപത്തോ? എന്താ ആപത്ത്? നമ്മള് മാത്രം പോയാൽ മതിയോ? പോരാ, എല്ലാവരും വരണം. അതെങ്ങനെയാ? നമ്മുടെ ആവശ്യത്തിന് അവരൊക്കെ തിരികെ വരാൻ തയ്യാറാവോ? അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. നീ എടുക്കാനുള്ളതൊക്കെ എടുക്കാൻ നോക്ക്. ചേച്ചി എന്താ പ്രശ്നമൊന്നൊന്ന് പറയൂ. പറയാന്ന് പറഞ്ഞില്ലേടി. നിന്നോട് ഞാൻ പറയുന്നൊന്ന് കേട്ടാ മതി. എടുത്തി അവന്തി എടുത്തി കണ്ടോ? എടുത്തിയൊരു കാര്യം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഏട്ടനെ ഏട്ടത്തെ ഇത്രയും സമയമായിട്ട് കാണാത്ത സ്ഥിതിക്ക് നമുക്ക് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കാം. എന്തായാലും ആദ്യ ദൃക്സാക്ഷിയല്ലേ, താൻ എല്ലാം അവരോട് പറഞ്ഞാൽ മതി. അതെ, എന്റെ അഭിപ്രായം ഇത് തന്നെയാ. ഒന്നാമത് അറിഞ്ഞൂടാത്ത സ്ഥലം. ഇനി അവർ ഏത് തരത്തിലുള്ള ആൾക്കാരെന്ന് നമുക്കറിയില്ലല്ലോ. എങ്കിൽ വേഗം അത് തന്നെ ചെയ്യാട്ടാ. ഏട്ടനും ഏട്ടത്തേക്ക് എന്താ പറ്റിയെന്ന് അറിയാഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല. ഇപ്പൊ തന്നെ എത്ര നേരമായി. വരുന്നു അച്ഛൻ്റെ അങ്കിളും. എന്താ ഏട്ടാ, എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? ഏയ് ഒന്നുമില്ല. ആന്റി, അച്ചു ആരായിരുന്നു ഏട്ടാ അവര്? അച്ചു മോളെ. അറിയില്ല മോളെ. ആൾ താമസം ഇല്ലാത്തൊരു വീട്ടില് ആരോ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരുന്നവര്. ഈ ബഹളത്തിനിടയ്ക്ക് അർച്ചന അയാളെ രക്ഷിച്ചെന്നാ പറയുന്നത്. എന്റെ ഈശ്വര, അതുപോലെ തട്ടിക്കൊണ്ടു പോകാനാണോ അർച്ചന മോൾ അവർ ഓടിച്ചത്? അറിയില്ല ഏട്ടത്തി. എനിക്കെല്ലാം കൂടി ആലോചിക്കുമ്പോ തന്നെ തല ഇറങ്ങുക. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഇവിടുന്ന് പോവാം. ആ, എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും പറ്റിയില്ലല്ലോ. ഇനി ഇതിന്റെ പേര് യാത്ര നിർത്തണ്ട. പ്ലാൻ ചെയ്ത പോലെ തന്നെ പോവാം നമുക്ക്. അർച്ചനെ, നീ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ ആള് പിന്നെ എങ്ങോട്ട് പോയി? ബഹളത്തിനിടയ്ക്ക് അയാൾ എങ്ങോട്ട് ഓടിപ്പോയെന്ന് തോന്നുന്നു. മുഖവും ശരിക്ക് കാണാൻ പറ്റിയില്ല. തലയിൽ കൂടി തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. പ്രശ്നങ്ങളൊക്കെ ഒതുക്കി വന്നപ്പോഴേക്കും ആള് പോയി. ഏതോ വലിയ ഗ്യാങ്ങിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. എന്തായാലും നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ. ഈശ്വരനെ വിളിച്ചതിന് കയ്യും കണക്കും ഇല്ല. ഇനി നമുക്കിവിടെ നിൽക്കണം ഏട്ടാ. വേറെ എങ്ങോട്ടേലും പോവാം. എടി, ഇത് നമ്മുടെ വീടാ. അങ്ങനെ ആരെങ്കിലും പേടിച്ച് നമുക്ക് നാട് വിടാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ആളുകൾ എല്ലാ നാട്ടിലും കാണും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഓർത്തിരുന്ന് ട്രിപ്പിൻ്റെ മൂഡ് കളയണ്ട. അർച്ചന, താൻ പോയി റെസ്റ്റ് എടുക്കും കുറച്ച് നേരം. അല്ല, അവന്തിക എടുത്ത് അനഘ എവിടെ? എന്തുപറ്റി സച്ചി? ഏയ് ഒന്നുമില്ല എടുത്തി. ഒരു പ്രശ്നം ഉണ്ടായി. അതൊക്കെ ഇപ്പം മാറി. എന്നാലും ഞാൻ ആലോചിക്കായിരുന്നു മനുഷ്യരുടെ കാര്യങ്ങളെ. അർച്ചനെ രക്ഷിച്ച ആ മനുഷ്യൻ ഇവിടേക്ക് വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നത്. ആ സിന്ധു ചേച്ചി എവിടെ? ഇതുവരെ വന്നില്ല ഏട്ടത്തി.
ഇനി അവരും ആ സംഘത്തിൽപ്പെട്ടതാണോ? ഏയ്, സിന്ധു ചേച്ചി എനിക്ക് കുഞ്ഞിലെ അറിയാവുന്നതല്ലേ. പാവം പേടിച്ചു പോയി കാണും. ആ സച്ചി, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ എടുത്തി? നമ്മുടെ സന്ധ്യ ഡോക്ടറില്ലേ, സന്ധ്യ ഡോക്ടർക്ക് എന്ത് പറ്റി? അവരുടെ ഹസ്ബൻഡ് അബ്ദുൾ ഖാദർ. അബ്ദുൾ ഖാദർ? നിങ്ങൾ പാനിക് ആവരുത്. ഏട്ടത്തി കാര്യം പറയും. അബ്ദുൾ ഖാദറിന് എന്ത് പറ്റി? അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇപ്പോ എന്നെ ഒരാള് വിളിച്ച് പറഞ്ഞതാ. സത്യമാണ് ഏട്ടത്തി പറയുന്നേ? ഞാനവിടെ വിളിച്ചന്വേഷിച്ചപ്പോ ഉള്ളതാന്ന് അറിയാൻ കഴിഞ്ഞേ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാം. നമുക്ക് ഉടനെ തിരിച്ചു പോവാം. സച്ചേട്ടാ, നമുക്ക് ഉടനെ പോവാം. പോകാം. ഞാനും അതാ പറയുന്നത്. നിങ്ങളില്ലാതെ ഞങ്ങൾ എവിടെ പോവാനാ? സച്ചേട്ടാ, പോകാം. നമുക്ക് പോവാം. എന്റെ തല കറങ്ങുന്ന പോലെ. ഹലോ ഹലോ ഹലോ, എന്നെ കൂടെ കൊണ്ടുപോ. ഞാനും വരുന്നേ. പ്ലീസ് ഹെൽപ് മീ. എന്നെ കൂടെ കൊണ്ടുപോ. ഒന്ന് നിർത്തണേ പ്ലീസ്. ഒന്ന് നിർത്തോ. അയ്യോ, വണ്ടി നിർത്തണേ. അയ്യോ. നിങ്ങൾ വന്നോ? അബ്ദുൾ ഖാദറിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോ തന്നെ യാത്ര മതിയാക്കി ഞങ്ങൾ തിരികെ പോന്നു വെച്ചാ. അത് നന്നായി. ഞാൻ പോയിരുന്നു സന്ധ്യയെ കാണാൻ. പാവം വല്ലാതെ തകർന്നു പോയി. ആരുമില്ലാതിരുന്ന അവൾക്ക് ഏക ആശ്രയം അബ്ദുൽ ഖാദറായിരുന്നല്ലോ. എങ്ങനെയാ അപകടം ഉണ്ടായത്? അതോ വല്ലതും അറിഞ്ഞോ? കാറും വാനും തമ്മിൽ ഇടിച്ചു വന്നാ അവിടെ പറയുന്നത് കേട്ടത്. വിവരമറിഞ്ഞ് സന്ധ്യ ബോധം കെട്ട് വീണുവന്നു. അബ്ദുൽ ഖാദറിനെ അവസാനമായി ഒന്ന് കാണാൻ പോലും പറ്റിയില്ല പാവത്തിന്. മരിക്കുന്നതിന് കുറച്ചു മുമ്പ് ഡോക്ടർ അബ്ദുൾ ഖാദർ എന്നെ വിളിച്ചിരുന്നു.
വെഡിങ് ആനിവേഴ്സറി ആണെന്നും സന്ധ്യയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. ഇവരുടെ വിവാഹത്തോടെ അയാളുടെ വീടുമായി പിണക്കത്തിലായിരുന്നു. മരണവാർത്ത അറിഞ്ഞ് അവർ വന്ന് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോയി. പള്ളിയിൽ സംസ്കരിക്കുകയും ചെയ്തു. സന്ധ്യ ഹോസ്പിറ്റലായത് കാരണം സന്ധ്യ അവർ കൊണ്ടുപോയില്ല. അർച്ചന, എങ്കിലും അവൾക്ക് ഈ അവസ്ഥ വന്നതിലാ സങ്കടം. സച്ചേട്ടാ, നമുക്കൊന്ന് പോകാം. എനിക്ക് സന്ധ്യ ഡോക്ടറിനെ കാണണം. അർച്ചന, താനിങ്ങനെ കരയാനാണേൽ എങ്ങനെ സന്ധ്യ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നേ? താനല്ലേ ഈ സമയത്ത് ഡോക്ടറിനെ ആശ്വസിപ്പിക്കേണ്ടത്. എത്ര കരയാതിരിക്കാൻ ശ്രമിച്ചിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സച്ചേട്ടാ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ഒരു ഫോൺ കോളിൽ ഓടിയെത്തുന്ന സഹോദരനായിരുന്നു എനിക്ക്. എന്റെ അനൂപേട്ടനെ പോലെയാ ഞാൻ സ്നേഹിച്ചിരുന്നത്. എന്നിട്ട് അവസാനമായിട്ടൊന്ന് കാണാൻ പോലും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അർച്ചന? ഇതെല്ലാം ഓരോരുത്തരുടെ വിധിയല്ലേ. നമുക്കെന്തായാലും അവിടം വരെ ഒന്ന് പോവാൻ സച്ചേട്ടാ, ഇപ്പൊ തന്നെ. പോവാം. അപ്പൊ നന്ദൻ ഇവിടേക്ക് വന്നിട്ടില്ല. പിന്നെ എവിടേക്കാവും പോയത്? പോയി മോളെ. അവസാനം എന്നെ ഒന്ന് കാണാൻ പോലും മുഖം തരാതെ എന്റെ ഒക്കെ പോയി കളഞ്ഞു. എനിക്കിനി ആരുമില്ല. ഒരുങ്ങി നിൽക്ക്, വേഗം വരാന്ന എന്നെ വിളിച്ച് പറഞ്ഞത്. വന്നിട്ടെന്തോ സർപ്രൈസായ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ പലതവണ വിളിച്ചു നോക്കി, കിട്ടിയില്ല. പിന്നെ ഞാൻ അറിഞ്ഞത് ഹോസ്പിറ്റലിൽ കിടന്ന് എനിക്ക് ബോധം വന്നപ്പോ ഇക്കെ അവര് കൊണ്ടുപോയി എന്നാ പറഞ്ഞ്. ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല. അല്ലെങ്കിലും അത് തന്നെയാ നല്ലത്. ജീവനോടെ എന്നോടൊപ്പം എന്റെ ഇക്കോള നിമിഷങ്ങൾ മതി എനിക്ക്. ജീവനില്ലാതെ എന്നെ തിരിച്ചറിയാതെ കിടക്കുന്ന എന്റെ ഇക്കെ എനിക്ക് കാണണ്ട. നിങ്ങളെപ്പറ്റി എപ്പോഴും എന്നോട് പറയുമായിരുന്നു, സച്ചിക്കും അർച്ചനയ്ക്കും എന്തത്യാവശ്യം ഉണ്ടായാലും ഇക്ക അവിടെ ഇല്ലെങ്കിലും എന്നോട് ഓടിച്ചിടണമെന്ന് പറയുമായിരുന്നു. ഡോക്ടർ, ഇനി അതൊക്കെ പറഞ്ഞിട്ടും കരഞ്ഞിട്ടും എന്താ കാര്യം? ഡോക്ടറിന്റെ നഷ്ടപ്പെടൽ വലിയ നഷ്ടം തന്നെയാ. ഒരു ആശ്വാസവാക്കുകൊണ്ടും പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല. എങ്കിലും ഈ ഒരു അവസ്ഥയിൽ നിന്നും തിരികെ വരാൻ ശ്രമിക്കണം. എന്ത് സഹായത്തിനും ഞാനും അർച്ചനയൊക്കെ ഉണ്ട്. എന്തായാലും അധിക ദൂരം പോകാൻ വഴിയില്ല. നമ്മുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവും. ഒരു കാരണവശാലും വഴുതി പോവാതെ നോക്കണം. ഇനി നീ എന്നെ വിളിക്കുന്നത് നന്ദനെ കിട്ടിയെന്ന് പറയാൻ വേണ്ടിയായിരിക്കണം. നീ എവിടെയായാലും
എന്റെ മുന്നിൽ തന്നെ വരുന്നെന്താ? ഇനി നമ്മൾ കാണുന്ന ദിവസം നിന്റെ മരണോ? ചേച്ചി എന്താ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്? ഒന്നുമില്ല. പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാ സ്വയം പറയുന്നത്. അങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ചേച്ചിക്ക് ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കാനും മാത്രം എന്തെങ്കിലും ഉണ്ടോ ചേച്ചിക്ക്? നിന്റെ അടുത്ത് നിന്ന് എന്ത് മറച്ചു വെക്കാൻ? അങ്ങനെയാണോ? എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. നമ്മൾ യാത്ര പോകുന്ന സമയത്ത് അവിടെ അർച്ചന കൊല്ലപ്പെടുന്നതോടൊപ്പം ഇവിടെ നാട്ടിലൊരു കൊലപാതകം നടക്കുമെന്ന് ചേച്ചി പറഞ്ഞില്ലേ? അത് അബ്ദുൾ ഖാദറിൻ്റെതായിരുന്നു. സത്യം പറയണം, എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കില്ലെന്ന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ നിന്നോട് പറഞ്ഞിരുന്ന കാര്യം ഉള്ളത് തന്നെയാ. പക്ഷേ അത് അബ്ദുൾ ഖാദർ അല്ല. പിന്നെ സാക്ഷാൽ നെല്ലിശ്ശേരി സേതുമാധവൻ. പക്ഷെ ഒരു രാത്രി, ഒരേ ഒരു രാത്രി കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു എന്ന് പറയുന്നതാവും ശരി. ഈശ്വരന് ആയുസ് നീട്ടിക്കൊടുത്ത അബ്ദുൾ ഖാദറിന്റെ ജീവൻ അവന്തിക അങ്ങ് എടുത്തു. അവന്തിക എടുക്കാനിരുന്ന സേതുമാധവന്റെ ജീവൻ ഈശ്വരൻ നീട്ടിക്കൊടുക്കുകയും ചെയ്തു. എന്തിനാ ചേച്ചി അബ്ദുൾ ഖാദറിനെ? ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ഈ വീടിനുള്ളിൽ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്ത ആരായാലും ശരി, അവരെ നമ്മൾ ഒഴിവാക്കണം. അത് ജീവിതത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെ, ഭൂമിയിൽ നിന്നാണെങ്കിൽ അങ്ങനെ. അവര് നമ്മളോട് ചെയ്യുന്ന പ്രവൃത്തി പോലിരിക്കും അതിന്റെ ആഘാതം. കൊല്ലപ്പെടുമെന്ന് പറഞ്ഞ അർച്ചന കല്ല് പോലെ ഇരിക്കുന്നു. ഒരു ബന്ധമില്ലാത്ത അബ്ദുൾ ഖാദർ മരിക്കുകയും ചെയ്തു. അത് നീ അങ്ങനെ നിസ്സാരമായിട്ട് പറയേണ്ട ഒരു മരണമല്ല. അബ്ദുൾ ഖാദർ മരിച്ചത് നമുക്ക് എല്ലാ അർത്ഥത്തിലും ഗുണമുണ്ടാക്കൂ. അർച്ചനയുടെ ധൈര്യവും ശക്തിയെല്ലാം സന്ധ്യ അബ്ദുൾ ഖാദറോ? അതില് അബ്ദുൾ ഖാദർ ഇപ്പം ഇല്ല. ഭർത്താവിന്റെ അകാല വിയോഗത്തിൽ വിധവയുടെ വേഷം എടുത്തണിഞ്ഞ സന്ധ്യ കുറെ നാളത്തേക്കെങ്കിലും പോരിന് വരില്ല. ഇപ്പൊ അർച്ചന തനിച്ചാണ്. ചാണക്യബുദ്ധി ചെവിയിലോതാനും നമ്മൾ വിരിക്കുന്ന വലയിൽ നിന്നും അവളെ നിഷ്പ്രയാസം രക്ഷപ്പെടുത്താനും അവളുടെ കൂടെ ആരുമില്ല. അതിന്റെ അർത്ഥം അവളെ ഈ തക്കത്തിന് അടിച്ചമർത്തണമെന്നാ. ഏത് രീതിയിലാ അവളെ തോൽപ്പിക്കാൻ പോകുന്നത്? രീതി കുറച്ച് വളഞ്ഞതാ. പക്ഷേ കാര്യം നടക്കുന്ന എന്റെ മനസ്സ് പറയുന്നു. എന്ത് കാര്യം? നമുക്ക് നെല്ലിശ്ശേരിയിൽ നിന്ന് എന്തൊക്കെ നേടിയെടുക്കാനുണ്ടോ അതെല്ലാം. കാരണം ഉടനെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്തായെന്ന് വരും. ചിലരുടെ സാന്നിധ്യം നമുക്ക് അപകടം ഉണ്ടാക്കും. മോചിതനായവൻ ഏത് നിമിഷവും ഇവിടേക്ക് വരും. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാവും. അതിനെല്ലാത്തിനും മുമ്പേ നേടാനുള്ളതെല്ലാം നേടി കൈപ്പിടിയിൽ ഒതുക്കണം ഉടനെ. ലാസ്റ്റ് ചാൻസാ നിന്റെ. സാധാരണ ഞാൻ പറഞ്ഞുവിടുന്ന ആരെയും തിരികെ എടുപ്പിക്കുന്നതല്ല. പിന്നെ അന്നത്തെ ആ സംഭവത്തിൽ എന്റെ ഭാഗത്തും കുറച്ച് തെറ്റുള്ളോണ്ടാ നിന്നെ വീണ്ടും വിളിച്ചു വരുത്തിയത്. തോന്നലല്ല, മേഡത്തിന്റെ ഭാഗത്ത് തന്നെയാണ് മുഴുവൻ തെറ്റും. കുറച്ച് തെറ്റ് എന്റെ ഭാഗത്തും ഉണ്ട്. സത്യം പറയാലോ മാഡം, പൈസ ഉണ്ടാക്കാൻ പല പരിപാടികളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും മണ്ടത്തരം ആദ്യമായിട്ടായിരുന്നു. അത് നീ കാരണം. ഞാൻ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നിരുന്നെങ്കിൽ ആദ്യം ഇപ്പൊ നിന്റെ വീട്ടിൽ നിന്നേനെ, അനക്ക സന്ദീപിന്റെ കൂടെ. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. എന്റെ 1-2 എല്ലും പൊട്ടി. അല്ല, അത് ശരിയാവുകയും ചെയ്തു. എനിക്കറിയായിരുന്നു ആ അബ്ദുൽ ഖാദർ ഉടനെ മരിക്കുമെന്ന്. അമ്മാതിരി പ്രാക്കല ഞാൻ ആശുപത്രി കിടന്ന് പ്രാഗിയത്. ഇനി സമാധാനത്തോടെ ഓരോന്നും ചെയ്യാലോ. അങ്ങനെ സമാധാനപ്പെടാൻ വരട്ടെ. അബ്ദുൽ ഖാദർ മാത്രമേ മരിച്ചിട്ടുള്ളൂ. സച്ചിയും സന്ദീപും സന്ധ്യയും ജീവിച്ചിരിപ്പുണ്ട്. നീ സന്ദീപിനോട് കാണിച്ചു വെച്ച് നോക്കുമ്പോ നിന്നെ അവരെവിടെ കണ്ടാലും പഞ്ഞിക്കിടുന്ന ഉറപ്പാ.
അതുകൊണ്ട് തൽക്കാലം അവരുടെ മുന്നിൽ ചെന്ന് പെടണ്ട. അത് നോക്കി തന്നെ ഞാൻ നടക്കുന്നത്. ആ അതോടെ എന്താ നമ്മുടെ അടുത്ത പരിപാടി? എൻ്റെ ആതിരയുടെയും കല്യാണം തന്നെയാണ്. ഇനി ആ പേരും പറഞ്ഞ് തൽക്കാലം വൃന്ദാവനം വീടിന്റെ മുറ്റത്ത് ചെല്ലാൻ പറ്റില്ല. അങ്ങനെയല്ലായിരുന്നോ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അമ്മാവൻ്റെ ഒക്കെ ഷോ? പക്ഷേ നമ്മളത് നടത്തിയെടുക്കും. രണ്ടാമത് അല്ലപ്പോ ആദ്യം പഴയ ആദ്യം തന്നെ സന്ദീപിന്റെ അനഘയുടെ വിവാഹം. അതിനെ അർച്ചന മരിച്ച അവര് ജീവനോടുള്ളപ്പോ ആദ്യം പറഞ്ഞത് നടക്കില്ല, പിന്നെ രണ്ടാമത് പറഞ്ഞത് അതും നടക്കില്ല. നീ എന്നെ കളിയാക്കിയതാണെങ്കിലും പറഞ്ഞത് ശരിയാ. ഏതൊരു രാജാവിനും യുദ്ധം ജയിക്കണമെങ്കിൽ ആ രാജാവിന്റെ മുന്നിൽ ബുദ്ധിയുള്ള ശക്തരായ പടകൾ വേണം. ആ പടകളാണ് രാജാവിന്റെ ജീവൻ രക്ഷിക്കാൻ പൊരുതുന്നത്. ഇവിടെ അർച്ചനയുടെ മുന്നിൽ 2 പോരാളികൾ ഉണ്ടായിരുന്നു, ഡോക്ടർ അബ്ദുൽ ഖാദറും ഡോക്ടർ സന്ധ്യയും. എല്ലാ ആപത്തിൽ നിന്നും അർച്ചനെ രക്ഷിച്ചു പോന്നവർ. എന്നാൽ ഇപ്പോ അവരാരും മുന്നിലില്ല. ഒരാൾ മരിച്ചു, ഒരാൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണ്. അവള് തനിച്ച. പടകളെ നഷ്ടപ്പെട്ട രാജാവിനെ പോലെ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ വെപ്രാളം നിറഞ്ഞ അവസ്ഥ. ആ അവസ്ഥയിൽ ശക്തനായ പോരാളി എന്തു ചെയ്യും? എന്ത് ചെയ്യണം? തല വെട്ടിക്കളയണം. അതല്ലേ മേഡം ശരി? അതാണ് ശരി. പക്ഷേ നമ്മൾ അതല്ല ചെയ്യാൻ പോന്നെ.